നമ്മളുടെ പ്രൊഫൈലിൽ വൈറലായിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഈ ഒരു കരളിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇത് ഞാൻ പുതിയൊരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വാ, ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് കരളും അതുപോലെ തന്നെ ഗിസാഡും അത് കൂടാതെ തന്നെ ഹാർട്ടും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഹാർട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ബ്ലഡൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിൽ സവാളയും നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഇട്ടാൽ അതാണ് കേട്ടോ നല്ലത്. ഇനി നന്നായിട്ട് കരിയിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും കരിഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി കറിവേപ്പില വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു കേട്ടോ. അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സീൻ്റെ ജാറിലേക്ക്. എളുപ്പത്തിരുന്ന പരിപാടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ സംഭവം ഉണ്ട് കേട്ടോ. അതിനായിട്ട് ഗരം മസാല എടുക്കുന്നുണ്ട്, റോ ആയിട്ടുള്ളത്. അതിൽ പട്ടയും 2-3 ഗ്രാമ്പും ഒരുപാട് എടുക്കരുത്, കുറച്ച് പെരുംജീരകവും ജീരകവും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി 2 ടീസ്പൂണായി ഇടുന്നുള്ളൂ കേട്ടോ. അതോടൊപ്പം തന്നെ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അരച്ചോളൂ കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തോളൂ കേട്ടോ. ഇനി അത് നമുക്ക് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൈവച്ച് നന്നായി ഞരടി, ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഞരടി, ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഞരടി എടുത്ത് കറിവേപ്പിലയും ചേർത്ത് ഒരു ഇത്തിരി ചൂടോടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് പതിയെ പതിയെ വെന്ത് കുറുകി വരണ്ട് വരിക. ലാസ്റ്റ് നിങ്ങൾക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത സംഭവം എൻ്റെ പൊന്നു മക്കളെ ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ.